കുറച്ചധികം സാധനം വാങ്ങാനുണ്ട്. ഉപ്പ നമ്മളൊന്ന് പുറത്തു പോപ്പ. ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഉപ്പാക്ക് എന്തും വേണേനാ? എനിക്കൊന്നും വേണ്ട മോനെ, നിങ്ങൾ പോയിട്ടോ. ഉപ്പാക്കൊരു മുണ്ടും ഷർട്ടും മേടിക്കാം. ഉപ്പാൻ്റെ ഡ്രസ്സെല്ലാം പഴയതായി. വേണ്ട മോളെ, ഇത് പഴയതാണെങ്കിൽ കൊട്ടിയാലും കൂടി ഇടാം. ശരി ഉപ്പ, എന്നാൽ നമ്മൾ പോയിട്ട് വരാം. വായിക്കാൻ ബുക്ക് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ഉപ്പ. വേറെ എന്തെങ്കിലും വേണോ? തിന്നാനോ കുടിക്കാനോ എന്തെങ്കിലും? ഞാൻ മേടിച്ചിട്ട് വരായിരുന്നു. നീ ഇത്ര ചോദിച്ചല്ലേ, എന്നാൽ ഞാൻ എനിക്കൊരു ലിസ്റ്റ് തരാം. ഒന്നും വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്ര വലിയ ലിസ്റ്റ് തന്നെയല്ലേ നിങ്ങൾ ഉപ്പ? അതിലൊന്ന് എഴുതി നോക്കിയാൽ ലിസ്റ്റിംഗ് നോക്കട്ടെ. നീ എന്തിനാ ഇങ്ങനെ മൂഡ് ഓഫ് ആക്കുന്നത്? ഇപ്പൊ നമുക്ക് പോവാം, അങ്ങ് നോക്കാം. എനിക്ക് കുറച്ചും കൂടി സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടേനു. കൊറേ സാധനം കണ്ട നിങ്ങൾ ഉപ്പ ഇങ്ങനെ നോക്കുക. അതാ അയ്യോ, ഉപ്പാന്റെ കാര്യം പറഞ്ഞാലേ ഓർമ്മയുള്ളൂ. ഉപ്പാന്റെ സാധനം നമ്മൾ മേടിച്ചില്ലല്ലോ. ലിസ്റ്റ് നിങ്ങളെ ഈശയിലല്ലേ ഉള്ളേ? ഉപ്പാന്റെ സാധനം നമുക്ക് ഈ മാളം തന്നെ മേടിക്കാം. നമുക്ക് ഈടുന്ന് വാങ്ങണം. ഇവിടെ ഭയങ്കര വിലയല്ലേ. പുറത്തുനിന്ന് ഇടുന്നെങ്കിൽ വാങ്ങിയാൽ പോരെ. ഉപ്പ എപ്പെങ്കിലും പറയുന്നല്ലേ. എന്തല്ലോ എഴുതി നോക്കട്ടെ. മോനെ, എനിക്കൊരു സാധനവും വേണ്ട. എനിക്ക് വേണ്ടതെല്ലാം നീ വാങ്ങി തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിന്റെ കുറച്ച് സമയം വേണമായിരുന്നു. നിന്റെ കല്യാണത്തിന് മുമ്പേ നീ എന്നെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം അത് നിന്നു. നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു, വർത്തമാനം പറയാറുണ്ടായിരുന്നു. അതെല്ലാം പോയിട്ടിപ്പോൾ കുറേ നാളുകളായി. നിങ്ങൾ എപ്പോഴെങ്കിലും 2-3 ദിവസത്തേക്ക് വരും. വന്നത് മുതൽ നിങ്ങൾ തിരക്കിലായിരിക്കും. എനിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ കൂട്ടിനായി നീ ഒരു നഴ്സിനെ ഏർപ്പാടാക്കി തന്നു. നീ വന്നില്ല. ചെറുപ്പത്തിൽ നിന്റെ ഹീറോ ആയിരുന്നു ഞാൻ. ഇപ്പം ഞാൻ ആരുമല്ല. എനിക്ക് ഈ മകനെ വേണ്ട. പഴയ മകനെ വേണമായിരുന്നു. കുറച്ച് സമയമെങ്കിലും എനിക്ക് വേണ്ടി. പണ്ട് എനിക്ക് സമയമില്ലെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ എനിക്കിഷ്ടം പോലെ സമയമുണ്ട്. 1 മണിക്കൂറെങ്കിലും എനിക്ക് തരുമോ? അത് മാത്രമേ എനിക്ക് വേണ്ടൂ. വേറൊരു സാധനം എനിക്ക് വേണ്ട മോനെ. രക്ഷിതാക്കൾ എപ്പോഴും മക്കളെയാ ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ കരുതി. രക്ഷിതാക്കളോട് മക്കൾക്കുള്ള കടമ, ഉത്തരവാദിത്വം അതെല്ലാം ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഒന്നും കാര്യമില്ല മോനെ. ഉപ്പ എന്നെ ഇതുവരെ പൊന്നുപോലെ നോക്കി. ഉപ്പാനെ നോക്കേണ്ട സമയമായിന്ന് ഉപ്പ എന്താ എന്നെ ഇതുവരെ ഓർപ്പിക്കാൻ? ഇന്ന് തന്നെ ചാക്കൂല.